കുറ്റാരോപിതര അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾ മാറി നിൽക്കരുത്. നിങ്ങളെല്ലാവരും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് ഭാരതി? ഇവരിപ്പോ വോയിസ് നോട്ട് പുറത്തുവിടും, അതിനെക്കുറിച്ച് സംസാരിക്കുന്നവര് കുഴപ്പക്കാരാവും. അപ്പൊ നിങ്ങളാണ് ഈ വിഷയം പുറത്തു വന്ന് സംസാരിക്കുന്നത് വരെ ഈ നാട്ടിലെ മാധ്യമ ധർമ്മം എന്ത് തെമ്മാടിത്തരം അവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊരു വാല ഏതാ തല ഏതാന്നറിയാതെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ഒരു നടുക്കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അത് എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് സന്ദീപ് ഇടപ്പാളിനെ അറസ്റ്റ് ചെയ്തത് രേണുസുതി കൊടുത്തിട്ടുള്ള കേസിന്റെ ബേസിലാണെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായെന്ന ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതായത് ന്യൂസ് 18 കേരളത്തിനകത്ത് രേണുസുതിയുടെ റീൽസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന്. എന്നാൽ ആ വാർത്ത കൊടുത്തപ്പോഴത്തേക്കും ഒരു അത്യാവശ്യം മര്യാദ വേണ്ട. നിങ്ങൾ സാറ്റലൈറ്റ് വഴി ടിവിയിലൊക്കെ നിങ്ങളുടെ ന്യൂസ് കാണുന്നതല്ലേ, ആ FIR എന്താണെന്നോ അതിനകത്ത് ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പറയണ്ടേ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ദ സ്പോട്ടിലെടുത്ത് അടിക്കുക. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള മാധ്യമങ്ങളെയൊന്നും ഇനി വിശ്വസിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി വിശ്വസിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യാൻ നേരം എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് തിരക്കാനുണ്ടെങ്കിൽ ആ വിളിച്ച് തിരക്കിയിട്ട് അറ്റ്ലീസ്റ്റ് അത് തിരക്കിയെന്നെങ്കിലും പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഇതാ ഇവിടെയും നടന്നിരിക്കുന്നത്, ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് മാലാ പാർവതി വിഷയത്തിലും. ഇന്ന് രാവിലെ ഞാൻ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്കിന് എൻ്റെ ഫോണിനകത്ത് എനിക്ക് കാണാൻ സാധിച്ച പല മെയിൻ സ്ട്രീം ചാനലുകളിലെയും വോയിസാണ്. ഞാൻ മനോരമയ്ക്കകത്ത് വന്നിട്ടുള്ളൊരു വോയിസിനകത്ത് വെക്കാം. ആദ്യം തന്നെ ഏഷ്യാൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്ററുണ്ട്. ആ പോസ്റ്റർ ഒന്ന് കണ്ടു നോക്കി. കുറ്റാരോപിതയായ പുരുഷന്മാർക്ക് സ്വാഗതം മാലാ പാർവതി പെൺമക്കൾ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഇൻഡ്യൂ ചെയ്തിട്ടേക്കാനുള്ള കാരണം ദാറ്റ്സ് ഫേക്ക് ന്യൂസ്. അതേ സാധനം തന്നെ നമ്മുടെ മനോരമ ചാനലിനകത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇനി അവരുടെ വോയിസ് കേൾക്കാം. ആ വോയിസ് കേട്ടതിന് ശേഷം അവരൊരു FB പോസ്റ്റിലുണ്ട്, അതും ഞാൻ ഇതിനകത്ത് കാണിക്കാം. അറ്റ് ലാസ്റ്റ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത് മാലാ പാർവതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേവ് ഡി കോഡ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ദേവ് ടോക്സ്. പുള്ളിക്കാരൻ മാലാ പാർവതിയെ കോൺടാക്ട് ചെയ്യുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതിനകത്ത് വെക്കുന്നുണ്ട്. കാരണം കുറ്റാരോപിതർക്ക് സ്വാഗതം എന്ന് പറയുന്ന കാര്യം അത് ആരെയാണ് സ്വാഗതം ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അത് അവരുടെ വോയിസ് സഹിതം വിത്ത് പ്രൂഫ് ആയിരിക്കും കാണിക്കുന്നത്. ആദ്യം തന്നെ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫേക്ക് ന്യൂസ് ഉണ്ടല്ലോ, ആ ഒരു സാധനം ഒന്ന് കണ്ടുവരാം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഒരു സംസാരം ഉണ്ടായി. 1-2 സീനിയർ അംഗങ്ങൾ, അമ്മയിലെ പുരുഷന്മാരായിട്ടുള്ള സീനിയർ അംഗങ്ങളുമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ശ്വേത ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു ആ ചർച്ച. അപ്പോൾ ഞാനൊരു മറുപടി ഇട്ടു, ഉഷ ഇട്ട് മറുപടി, ഞാനും ഇട്ട് മറുപടി. അപ്പോൾ അതിനെ സംബന്ധിച്ച് 1-2 പേര് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇങ്ങനെ കുറ്റാരോപിതര അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നതായിട്ട് നിങ്ങൾ മാറി നിൽക്കരുത്. നിങ്ങളെല്ലാവരും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് ഭാരതി? ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവിടെ എല്ലാവർക്കും അവരവരുടെ കാര്യമാണ്. ആരാണോ ജയിക്കുന്നത് അവരോടൊപ്പം നിൽക്കാനിരിക്കുന്നവരല്ലേ ഭൂരിപക്ഷം? അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ സംസാരിക്കില്ലേ? എന്തുകൊണ്ടാണ് ആൾക്കാർ മിണ്ടാതിരിക്കുന്നത്? വല്ലാതെ ഹേർട്ട് ചെയ്ത ഒരു സംസാരമാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ സംസാരിക്കാൻ തീരുമാനിച്ചത്. ഇനി അത് ആവരുത്. എല്ലാവരുടെയും തീരുമാനം അറിഞ്ഞാൽ നമ്മളെ ലീഡ് ചെയ്യാനും നമ്മളോടൊപ്പം നിൽക്കാനും ഒരു വലിയ സംഘം വരും. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഈ പറഞ്ഞ പോലെ 120 പേരുണ്ട്, ചെറിയ കാര്യമല്ല. അതിൽ 85 പേരുടെ തീരുമാനം നമുക്കറിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കും. കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ധൈര്യത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പരമാവധി ആൾക്കാരെ, പണ്ട് പോയവരാണെങ്കിലും അവർ തിരിച്ചു വരാൻ വില്ലിങ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും പേരെ തിരിച്ചു കൊണ്ടുവരിക. നമുക്ക് ഈ തീരുമാനം നാളെ ഉച്ചയ്ക്കകം ഒരു തീരുമാനം ഉണ്ടാവണം. അതിനുശേഷം കേസിന് കൂടെ ചേരണമെങ്കിൽ ചേരണം. രജിസ്ട്രാറുടെ അടുത്ത് പരാതി കൊടുക്കാനാണെങ്കിൽ അത് പോകണം. അല്ലെങ്കിൽ ഞാനും ഉഷയെ സംസാരിക്കുമ്പം എത്ര പേരുണ്ടാവും? നമ്മൾ 2 പേരും കാണുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പൊന്നമ്മ ചേച്ചിയും കൂടെ കാണും, അല്ലെങ്കിൽ മായയും കൂടെ കാണും, അൻസബയും കൂടെ കാണും, ഞങ്ങൾ 5-6 പേരെ കാണും. ഇങ്ങനെ ഒരു നിരാശതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ശബ്ദം പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ധൈര്യത്തിൽ ഞാൻ പറയുകയാണ്. ശ്രീദേവി ചേച്ചി പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയുകയാണ്. എത്ര പേരുണ്ടെന്ന് അറിയണം. എതിർക്കുന്നവരും പറയണം, മിണ്ടാതിരിക്കില്ലേ? നാണക്കേടാണ്. നിങ്ങളുടെ അഭിപ്രായത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കൂ, ആത്മാഭിമാനത്തോടെ പറയൂ. അത് നമ്മൾ സ്വീകരിക്കും. ജനാധിപത്യ രാജ്യമാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ ന്യൂസിനകത്തൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ളൊരു സാധനം. എനിക്ക് മനസ്സിലാവുന്നത് എന്തറിയോ, ഈ അമ്മ എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ വെറും ചെന്ന വിഷയവാ. വെറും തേർഡ് റേറ്റ് പരിപാടികളും തേർഡ് റേറ്റ് ആയിട്ടുള്ള ക്രിമിനൽ വാസനയുള്ള ആൾക്കാരുമാണ് ഈ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നതും ഇതിനെ വലിയൊരു മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇതിനെ വലിയ രാജ്യത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഏതോ സാധനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൽക്കരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 6 പരിപാടിയാണെന്ന് കൂടെ നിൽക്കുന്നത് നിങ്ങൾക്കും അറിയാമെങ്കിൽ നിങ്ങൾ പുറത്തു വിടുന്ന അങ്ങനെയല്ല എന്ന് കാണുന്നത് ഞങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ അമ്മ അസോസിയേഷനെതിരെ അല്ലെങ്കിൽ അവർ
കാണിക്കുന്ന അനീതികളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഇതുപോലുള്ള ഒരു ഫേക്ക് ന്യൂസ് ഒരു വോയിസ് ക്ലിപ്പ് പബ്ലിഷ് ചെയ്തപ്പോൾ മനസ്സിലാവുന്നത്. അതായത് ഈ നിയമ പോരാട്ടത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റാരോപിതരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നു, നിങ്ങളും കൂടെ വാന്ന് എന്ന് മാലാ പാർവതി പറഞ്ഞു എന്ന രീതിയിൽ ഒരു ന്യൂസ് വരുന്നു. അങ്ങനെ മാലാ പാർവതി സ്വന്തം ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ആദ്യം കാണിക്കാം, അതിനുശേഷം അവരുടെ തന്നെ വോയിസ് ക്ലിപ്പ്, അവർ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കും കേട്ടോ. കുറ്റാരോപിതർക്കെതിരെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞ ഒരു ഓഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പല ചാനലുകളിലും കണ്ടു. ഞാൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് അടർത്തിയ ഒരു വരി കാർഡായപ്പോൾ അതിൽ കുറ്റാരോപിതർക്ക് അമ്മയിലേക്ക് സ്വാഗതം എന്ന് കണ്ടു. സംഘടനയിലെ ഭാരവാഹികളായിരിക്കുന്നവരോട്, പ്രത്യേകിച്ച് ഇടവേള ബാബുവിനോട് സംസാരിച്ചതിനെ കുറിച്ചാണ് ലീക്കായ വോയിസ് നോട്ടിൽ. അതിൻ്റെ ഒരു ഭാഗം പുറത്തുവിട്ട് അമ്മയിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. അല്ലാത്തവരെ ആണ് സ്വാഗതം ചെയ്യുക. ഇത് അതിൻ്റെ ആവശ്യമില്ല. കേസ് കൊടുക്കാനും മറ്റും മുൻകൈ എടുക്കാത്തതിനെ കുറിച്ചുണ്ടായ സംസാരത്തിൻ്റെ ഒരു ഭാഗമാണ് പുറത്തു പോയിട്ടുള്ളത്. മുഴുവനായി പുറത്തുവിടാൻ അഭ്യർത്ഥിക്കുന്നു. അതായത് അവർ സംസാരിച്ചിട്ടുള്ള, അവർ വോയിസ് നോട്ട് ഇട്ടിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ്. എന്നാൽ അതേ വോയിസ് നോട്ട് തന്നെ ഇവരുടെ ഇപ്പം റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ചന്ന പിന്നെ വിഷയമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, അതായത് അൻസിബ, ഈ പറയുന്ന ശ്വേത മേനോൻ, ടെനി ടോം, ഇവരുടെ സംഘാടകരായിട്ടുള്ള മറ്റുള്ള വ്യക്തികൾ, അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വോയിസുമായിട്ട് ചേർത്തെടുക്കാനുള്ളൂ. സിനിമയിൽ നിങ്ങൾ ഒരുപാട് സംവിധാനം ചെയ്യുന്നു, അത് ആക്ട് ചെയ്ത് ഞങ്ങളെ വലിപ്പിക്കുന്നു ഒക്കെ ചെയ്യുമ്പോഴും സ്വന്തം ജീവിതത്തിൽ ഇതുപോലുള്ള വലിപ്പീര് പരിപാടികളാണ് ഈ കാണിക്കുന്നത്. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് കാണിക്കുക, അതായിരിക്കും നല്ലത്. ഈ കുറ്റാരോപിതർ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ നിങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തുന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് കാണാനായിട്ട് സ്വാധിക്കുന്നത്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാലാ പാർവതിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തുവാണെന്നുള്ളത് ഞാൻ ഈ വോയിസിനകത്ത് വയ്ക്കാം. മാലാ പാർവതി വ്യക്തമായിട്ട് ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്താണ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതും കൂടെ കണ്ടിട്ടുണ്ടോ? ചേച്ചി നമസ്കാരം. ദേവാണേ, ദേവ് ഡി കോസ് ചാനലിൽ നിന്നാണ്. ഞാൻ വിളിച്ചതേ ഇപ്പം രാവിലെ ഒരു വാർത്ത കണ്ടു. ഇങ്ങനെ ഏഷ്യാനെറ്റിൽ വന്നൊരു വാർത്തയാണ് ചേച്ചി, കുറ്റാരോപിതർക്ക് സ്വാഗതം എന്നും പറഞ്ഞിട്ട്. അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. ഞാനും കണ്ടു. ഞാൻ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. കണ്ടോന്ന് അറിയില്ല. ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് വായിച്ചു, പക്ഷെ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ശരി ശരി, ഞാൻ അതിന്റെ സാഹചര്യം പറയാം. അതായത് ഇപ്പോ നിങ്ങൾക്ക് ഞങ്ങൾ പ്രസ് കോൺഫറൻസ് നടത്തിയ സാഹചര്യമൊക്കെ അറിയാലോ. അപ്പൊ അതിനുശേഷം രമേശ് പിഷാരടിക്കെതിരെ കേസ് കൊടുത്തു. അപ്പൊ രമേശ് പിഷാരടിയെയും എന്തോ ഒരു വോയിസ് നോട്ടൊക്കെ പുറത്തുവിട്ട് ഒരു കുറ്റാരോപിതൻ, ഞാനൊരു വേറൊരു മോശക്കാരനാണ്, അങ്ങനെ ഒരു പേര് കൊടുത്തു. അപ്പൊ അദ്ദേഹം മാറി നിൽക്കുകയാണ്. എനിക്കിങ്ങനെ MLA ആയിട്ടൊക്കെ വരുന്ന ഒരാളാണ്, അപ്പൊ ഞാൻ ഒന്നും പെടാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം മാറി. അപ്പൊ അങ്ങനെ വന്നപ്പോ കേസ് നടക്കുകയാണ്. ആരും കേസ് കൊടുക്കുന്നില്ല, കക്ഷി ചേരേണ്ടവരാരും കക്ഷി ചേരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോ ഞാൻ ഇടവേള ബാബുചേട്ടനെ വിളിച്ച് ചോദിച്ചു, പിന്നെ അതായത് നിങ്ങൾ ആരും ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കുറ്റാരോപിതരല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കുറ്റാരോപിതരെന്നും പറഞ്ഞ് മാറി നിന്നാൽ എങ്ങനെയാണ്? ഇത് സംഘടനയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടേ, ഒരു കേസിന്റെ ഒരു കടലാസിന്റെ ഒരു പേപ്പർ പോലും ഇവരൊക്കെ വേണം. ആർക്കും അറിഞ്ഞൂടാ, പഴയ 25 വർഷം ഭരിച്ച ആൾക്കാരല്ലേ. അപ്പൊ അദ്ദേഹം പറയും എന്തിനാ പറയുന്നത്, നമ്മളൊക്കെ അത് നിന്നിട്ട് എന്ത് കാര്യമുള്ള, ആർക്ക് വേണ്ടിയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല, ആരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ എനിക്ക് അത് ശരിയില്ല. 25 വർഷം ഭരിച്ച ഒരാള് അങ്ങനെ പറയേണ്ടി വരുന്നതിന്റെ ഒരു ഗതികേട് എന്ന് വെച്ചാൽ ആര് തലപ്പത്തോട്ട് വന്നാലും കുറ്റാരോപിതരാകുന്ന സാഹചര്യം സംഘടനയിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു, കുറ്റാരോപിതരെന്ന് പറഞ്ഞിങ്ങനെ മാറി നിൽക്കരുത്, എല്ലാവരും വരണം, ഇതിനകത്ത് പിന്നെ എന്താ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അതിന് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. കൂട്ടായ്മയിലാണ് ഞാനത് ചോദിച്ചത്. ഇവരോടൊക്കെ സംസാരിച്ചപ്പോ ഇവര് കുറ്റാരോപിതർ എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്, നിങ്ങൾ വന്ന് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പൊ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ഇറങ്ങി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഞങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, നിങ്ങളൊക്കെ ശ്വേതയുടെ ഒപ്പം ആണോ, ശ്വേതയുടെ ഭരണസമിതി ആണ് തുടരേണ്ടതെങ്കിൽ അത് പറയൂ. അപ്പൊ ഞങ്ങളൊക്കെ മിണ്ടാതിരിക്കാം. അങ്ങനെയല്ലാതെ കുറെ ആൾക്കാർ നമ്മളെ വ്യക്തിപരമായി വിളിച്ചിട്ട് നിങ്ങൾ ഇറങ്ങണം, സത്യം ചെയ്യണം, ഇവരെ ഇരുത്തരുതെന്ന് പറയുകയും പിന്നെ അല്ലാതെ പൊതുവേദിയിലൊന്നും മിണ്ടാതിരിക്കുകയും ചെയ്താൽ ശരിയാവത്തില്ല. അപ്പൊ നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ. അല്ലാതെ ജനാധിപത്യ മര്യാദയിൽ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരു അവസാനം നമ്മളിത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഇങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടതെന്നൊരു വലിയ വിഭാഗം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ് പോലും ഇല്ലാത്തൊരു സംഘടനയാണ് അമ്മ.
നമ്മളിപ്പോൾ വാർത്ത കാണുമ്പോഴും നമ്മൾ നോക്കുമ്പോൾ എന്താ മാലാപാർവതി അങ്ങനെ പറഞ്ഞു, മാലാപാർവതി ഇങ്ങനെ പറഞ്ഞു. അപ്പം ജനങ്ങൾ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുക, ഭയങ്കരമായിട്ട് പേഴ്സണലി ടാർഗറ്റ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഇത് പ്രത്യേകിച്ച് പറയട്ടെ, കുറ്റാരോപിതരെ സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ അമ്മ സംഘടനയിൽ ഇല്ലാത്ത കുറ്റാരോപിതൻ എന്ന് പറയുന്ന ഒരാളെ സ്വാഗതം ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. അത് എന്റെ ഉദ്ദേശമല്ല. അമ്മ സംഘടനയിൽ ഇല്ലാത്ത ആരോടും ഞാൻ സംസാരിക്കാറുമില്ല. ഏഷ്യാനെറ്റ് പോലൊരു ചാനൽ ഇത് വരുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചധികം കൺഫ്യൂഷൻസ് വരുന്നത്. അതെ, അത് ചില ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു കാണാണത്. ഞാൻ ഒരാളെയും അമ്മ സംഘടനയിൽ ഇല്ലാത്ത ഒരാളെ സ്വാഗതം ചെയ്യാൻ എനിക്ക് അർഹതയുമില്ല, അവകാശമില്ല, ഞാൻ ചെയ്യൂല. ഒന്നാമത്തെ കാര്യം, എനിക്കതിനകത്ത് എന്ത് റോളാണ്? ഞാൻ അതിനകത്ത് ഒരു ഭാരവാഹിയൊന്നും അറിയില്ല. പിന്നെ കുറ്റാരോപിതരെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മോറൽ അത്രയും ധാർമ്മികത ഇല്ലാത്തൊരു വ്യക്തിയല്ല ഞാൻ. അല്ല, ഇതിനകത്ത് ഇടയ്ക്ക് ഇത് കേട്ടു, അൻസിബ എന്തോ കക്ഷി ചേരുന്നു, അത് മറ്റേ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ ഒപ്പം കക്ഷി ചേർന്നു മറ്റൊരു വാർത്ത വന്നു. അതെ അതെ, അതാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത്. കാരണം അൻസിബ മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്, അൻസിബയുടെ മാത്രം ആവശ്യമാവുന്നത് എങ്ങനെയാ? എല്ലാവരും അൻസിബയ്ക്കൊപ്പം സപ്പോർട്ട് കൊടുക്കണ്ടേ? ആ കുട്ടിയെ ഒറ്റയ്ക്കാണല്ലോ, അപ്പോഴാണല്ലോ ഈ വ്യക്തിപരമായിട്ട് മാറുന്നത്. അതാണ്. അൻസിബ മാത്രമാണ് ഒറ്റയ്ക്ക് ഇറങ്ങുവാണ് കുട്ടി, എല്ലാത്തിനും വേറെ ആളെ സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ അൻസിബ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളെ ഒറ്റയ്ക്കാക്കുന്നത് തെറ്റല്ലേ? എല്ലാരും സഹകരിക്കേണ്ടതല്ലേ? ഇതൊരു കുറേ വോയിസ് നോട്ടുകളുടെ തുടർച്ചയായിട്ടുള്ള 1-2 ടാർഗറ്റ് ചെയ്ത് അവർ തപ്പെടുത്ത് പുറത്തു കൊടുത്തു. ഈ വോയിസ് നോട്ടുകൾ പുറത്തു വിടുന്നവരെ കുറിച്ചാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത്. അതൊരു ഒരു കുടുംബമാണെന്ന് പറയുമ്പോഴും, അമ്മ അല്ല എം എന്ന് പറയുന്ന ഒരു കുടുംബമാണെന്ന് പറയുമ്പോഴും, കുടുംബത്തിനകത്തുള്ള വിഷയങ്ങൾ പുറത്തേക്ക് പബ്ലിക്കിലേക്ക് വിടുന്ന ആൾക്കാരെ കുറിച്ച് എന്താണ് നമുക്ക് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതെ, എങ്ങനെയാന്ന് വെച്ചാൽ ഇവരിപ്പോ വോയിസ് നോട്ട് പുറത്തു വിടും, അതിനെക്കുറിച്ച് സംസാരിക്കുന്നവര് കുഴപ്പക്കാരാവും. അപ്പൊ നിങ്ങളാണ് ഈ വിഷയം പുറത്തു വന്ന് സംസാരിക്കുന്നത് വരെ രഹസ്യമായി വോയിസ് നോട്ട് പുറത്തുവിട്ട് അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നവരൊക്കെ നല്ല ആൾക്കാർ. അതിനെക്കുറിച്ച് ക്ലാരിറ്റിക്ക് പറയാൻ പുറത്തു വരുന്നവര് കുഴപ്പക്കാർ. ഞാൻ പറയട്ടെ, ഞാനിങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ വോയിസ് നോട്ട് പുറത്തു പോകില്ല എന്ന് വിചാരിക്കാൻ മാത്രം വിധിയാണോ ഞാൻ? ഞാൻ ആലോചിക്കാതെ സംസാരിക്കില്ലല്ലോ. ഞാൻ അത്രയും വണ്ടിയല്ല. ഒരു കാര്യം പുറത്തു വിട്ടാൽ അത് അവരത് എന്തിനുപയോഗിക്കും അറിഞ്ഞുകൊണ്ടത് ഞാൻ പറയത്തില്ല. കുറ്റാരോപിതരായി മാറി നിൽക്കരുതെന്ന് ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞു. അത് അതിന് തൊട്ട് മുമ്പ് ഇടവേളയോടാണ് ഞാൻ സംസാരിക്കുന്നതെന്നും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വോയിസ് നോട്ട് എല്ലാവരും ഒളിച്ചു വെച്ചു. ഇടവേള ബാബു ഈ സംഘടനയ്ക്ക് ദോഷം ചെയ്യുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ അദ്ദേഹം ഇല്ലാതെ ഈ സംഘടന മുന്നോട്ട് പോകാൻ ഈ പ്രയാസമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അജു പ്രസംഗിച്ചപ്പോ എന്താ പറഞ്ഞത്? ഞാൻ വന്നാലും ഇടവേള ബാബു വേണം. അത് പൊതുവികാരമാണ്. കാരണം അങ്ങേര് നടത്തിയിരുന്നത് പോലെ ഈ സംഘടന ആർക്ക് നിർത്താൻ പറ്റില്ല. അപ്പോ എല്ലാ ആൾക്കാരെയും ഈ ഇടവേള ബാബുവിനെതിരെ വന്ന ഒരു ആരോപണം തന്നെ 7 പേർക്ക് എതിരെ ആരോപണം നടത്തിയ ഒരു സ്ത്രീയാണ്. അവരെ തന്നെ പോക്സോ കേസിൽ പിടിച്ചിട്ടുണ്ട്. അതിന് ഒരു യുക്തി ഇല്ലെന്ന് മനസ്സിലായതിനു ശേഷവും ഇദ്ദേഹത്തിന് കുറ്റാരോപിതൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിൽ ഈ ഈ ചില ആൾക്കാരുടെ ഗൂഢമായ ഉദ്ദേശമുണ്ട്. ഇത് ഹൈജാക്ക് ചെയ്യാനുള്ള ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കരുത് എന്ന് നമ്മൾ പറയും. ഇതിനകത്ത് ഇപ്പൊ ഈ സ്ഥാനമാനങ്ങൾക്ക് ഇതുവരെയും പുറം ലോകം അറിയാത്തൊരു കാര്യമാണ് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അടി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു ഭരണസമിതി കയറിയതിനു ശേഷമാണ് ഈ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരുന്നു, ഈ ബഹളങ്ങൾ ഉണ്ടാവുന്നു, അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മടി കാണിക്കുന്നത്. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇഷ്ടംപോലെ പൈസ ഇൻവോൾവ് ആണ്, വളരെ പൈസ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒരുപാട് പൈസയും രാഷ്ട്രീയവും കമ്മ്യൂണൽ പോളറൈസേഷൻ അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് അവർ നടത്താൻ ഉദ്ദേശിച്ചു. അതൊക്കെ അങ്ങനെയൊന്നും ഇല്ലാതെ ഈ സംഘടനയെ നേരെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വരണം നമ്മൾ ആഗ്രഹിക്കില്ലേ? അവരെ ആരോപണത്തിന്റെ പേരിൽ മുൾമുനയിലൊക്കെ മാറ്റി നിർത്തുവാണ്. മനസ്സിലായോ? മാറ്റി നിർത്തിയിട്ട് പിന്നെ ഇതാണും പെണ്ണൊക്കെ ഉള്ള സംഘടനയെ അമ്മ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് സംഘടനയ്ക്കകത്തോട്ട് ഒരാൾ ഇതുവരെ ഇടവേളബാബുവിനെ കുറിച്ച് ഒരു ദോഷവും പറഞ്ഞിട്ടില്ല. ഒരു ലേഡി പറഞ്ഞിട്ടുണ്ട്. അവര് അത്ര സംശുദ്ധമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ 7 പേരെ കുറിച്ച് പറയുന്നു. അവരുടെ തന്നെ കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഇവര് വിരുദ്ധയാണോ നമുക്ക് പേടിയാവും. അവരെ കുറിച്ച് കേസ് കൊടുക്കുന്നു. അവരെ കുറിച്ച് ശ്രീ ബാലേന്ദ്ര മേനോന് എതിരായിട്ട് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിക്കുന്നു. ഈ ഒരു കേസിന്റെ പുറമെ ഇപ്പോഴും ഇടവേള ബാബു മാറി നിൽക്കുകയാണ് സംഘടനയിൽ ഒരു കാര്യവും ചെയ്യാതെ. ആ സംഘടനയ്ക്ക് ദോഷം ചെയ്തിട്ട് സംഘടന നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെപ്പോലുള്ളവർ പറയും നിങ്ങൾ തിരിച്ചു വരണം, ഇത് വലിയ പാടായത് എന്ന് വെച്ചാൽ അങ്ങനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവം വരുന്നേ മനസ്സിലാവുന്നുണ്ടോ? ഇത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പെണ്ണോ ആണോ എന്നുള്ള കഴിവുള്ളവരായിരിക്കേണ്ടത്. സ്ത്രീ കാർഡ് ഇറക്കുന്നത് തെറ്റായ കാര്യത്തിലാവരുത്. സ്ത്രീ ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത്
സ്ത്രീ ഭരണം വന്ന ആളാണ്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളുമാണ് ഞാൻ. പക്ഷെ പിന്നീട് ചെയ്യുന്നത് കൂട്ടുന്ന ഒരു കാര്യത്തിനോട് യോജിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അയ്യോ ഇത് ശരിയാവില്ല, ഇങ്ങനെയല്ല ഇത് പഠിക്കേണ്ടത്, പിടിപ്പുകേട് ഉണ്ടാവാൻ പാടില്ല. കണക്ക് വയ്ക്കാൻ പറയുമ്പം സ്ത്രീ കാർഡ്, കമ്മ്യൂണലായിട്ട് പോളറൈസ് ചെയ്യുന്ന പറയുമ്പോൾ സ്ത്രീ കാർഡ്, ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച് നാനാവിശേഷമാക്കി അപ്പോഴും സ്ത്രീ കാർഡ്. അതെ അല്ല ഐശ്വര്യം അനുഭവിച്ചു ഒരു 10 മാസം കുട്ടികളെ അനുഭവിച്ചതൊന്നും കൈ കണക്കില്ലെന്നേ. അതൊന്നും പറയുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പോളറൈസ് ചെയ്ത് പ്രസ് കോൺഫറൻസ് വിളിച്ചും എനിക്ക് പറയാനുള്ള കാര്യം രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, ഇതിന് രാഷ്ട്രീയം കടന്നു വരികയാണ്, ഇവിടെ കമ്മ്യൂണൽ പോളറൈസേഷൻ നടക്കുന്നുണ്ട്, ഇത് സാമ്പത്തികമായ കാര്യങ്ങളിൽ സംശയമുണ്ട്, ഇത് ഒരു ഞങ്ങൾ സ്ത്രീകളാണ് എന്ന് പറഞ്ഞ് ഇത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയൊന്നും പറ്റത്തില്ല. നന്നായി നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ തിരിച്ചു വരണമെന്ന് പറയുക തന്നെ ചെയ്യും. തിരിച്ചു വരണം എന്ന് തിരിച്ചു വന്ന് ഇലക്ഷന് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് അവർ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഉണ്ടാകണം എന്ന് അവര് പറയും. ഞങ്ങൾക്ക് ഇലക്ഷനിൽ നിൽക്കില്ല, ഞങ്ങൾ തൊട്ട് വരുന്നില്ല. വേണ്ട, ഒന്ന് സഹായിക്കോ, എന്താ ചെയ്യേണ്ടത് പറഞ്ഞുതരാമല്ലോ. അവര് മാറി നിൽക്കുകയാണ്, മുഖം തിരിച്ച് നിൽക്കുകയാണ്. അതിന് ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാനും അതൊന്ന് ഓർമ്മിപ്പിക്കാനുമാണ് ഞാൻ ശ്രമിച്ചത്. അതിനെ ഇങ്ങനെയാക്കി ഞാൻ എന്തോ പുറത്തുനിന്ന് വളരെ സ്വാഗതം ചെയ്യുന്ന പോലെ ആക്കി. ഇത് ഒരുപാട് വലിയ വോയിസ് നോട്ടുകളിൽ കുറെ എണ്ണം വിട്ടും ഇടാതെയും ഒക്കെ അവര് മുഴുവൻ പുറത്ത് വിടട്ടെ. അവര് എടുത്തോണ്ട് പോയവർക്ക് മുഴുവൻ കഴിയാവുമല്ലോ. പിന്നല്ലാതെ മുഴുവൻ പുറത്ത് വിടട്ടെ. ഇടവേള ബാബു എന്നുള്ള പേര് അവർ ഒരിക്കലും ഉപയോഗിക്കില്ല. അത് ഇടയ്ക്ക് പറഞ്ഞേക്കുന്നുണ്ട്, അതെല്ലാം കട്ടി അതൊന്നും ഉപയോഗിക്കാൻ അവർക്ക് പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഇടവേള ബാബുവിനെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ സംഘടനയിലെ ആൾക്കാരെ അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് അപ്പൊ ഇത് തെറ്റിദ്ധരിച്ച് നമ്മൾ ഇതിനകത്ത് എന്തോ ഒരു വലിയ മോശക്കാരിക്ക് പേഴ്സണലി ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്ത് കാണും തീർച്ചയായിട്ടും, അത് ഞാനില്ലെന്ന് പറയില്ല. അവരുടെ പല ഗൂഢ ഉദ്ദേശത്തിന് പിന്നെ കാരണം ഞാൻ എന്നിട്ട് അതിന്റെ താഴെ ഇവരാണ് അമ്മ സെക്രട്ടറി തകർക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പിന്നെ അത് ആ നെറേറ്റീവ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നടക്കട്ടെ. പക്ഷെ ഞാൻ ആ സംഘടനയിലെ സ്ത്രീകളോ അല്ലെങ്കിൽ അതിനകത്ത് അമ്മ പെൺമക്കളിലെ അംഗങ്ങൾ വന്നിട്ട് എനിക്കെതിരെ സംസാരിക്കട്ടെ. അങ്ങനെ ആ സംഘടനയിൽ രാജിവെച്ചു പോകാൻ എനിക്കൊരു പടിയില്ല. പക്ഷെ ഈ ദുരുദ്ദേശത്തോടെ സംഘടനയിൽ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ പോകില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഞങ്ങൾ അംഗീകരിക്കില്ല. മനസ്സിലായില്ലേ? രാജിവെച്ച് പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങളാണ് ഇത് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. ഫൈറ്റ് ചെയ്യും. ഞാൻ ഇറങ്ങില്ല, മറ്റേ കസേര പിടിച്ചങ്ങ് ഇരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് കാണുന്നത്. അതിന്റെ അത് ഞങ്ങൾ ഇനി പോവില്ല. മാത്രമല്ല ഇനി അടുത്ത ജനറൽ ബോഡി കഴിയട്ടെ. അവർക്ക് പിന്നെ ആകെ 11 പേരും കണ്ടേ അവരുടെ കൂടെ ഉള്ളൂ. ആ ശാന്തും കൂടെ പോയിട്ട് അതില് പിന്നെ ടീച്ചറും കൂടെ പോയ 10 പേര്. മനസ്സിലായില്ലേ? ഞങ്ങള് 17 പേരാണ് ഞങ്ങൾ വോട്ട് ചെയ്ത് കയറ്റിയത്. ഞങ്ങൾ വോട്ട് ചെയ്ത ആളെ ട്രഷററിനെയും ജോയിന്റ് സെക്രട്ടറിയൊക്കെ ഇവർ പേടിപ്പിച്ച് ഓടിക്കുകയാണ്. അവരുടെ കണക്കും കാര്യത്തിൽ ചോദ്യം ചെയ്യുന്ന എല്ലാരെയും അവര് ഓടിച്ചു വിട്ടിട്ടാണ്. അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. പടയൊരുക്കം എന്നാ പറയുന്നത്. എന്ത് പടയൊരുക്കം? ഇറങ്ങിപ്പോയ സംഘടനയിൽ നിന്നും റിസൈൻ ചെയ്ത് പോയ ആൾക്കാരെതിരെ എന്ത് പടയൊരുക്കം? അനീഷ് ഇത് ഞാനിത് ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ക്ലാരിറ്റി ഇല്ലാണ്ട് വിടാൻ പറ്റില്ലല്ലോ. ശരി അനീഷ്.